ഹായ്, N4 നീഡിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് കേട്ടോ. അത് നമ്മുടെ ക്രോഷയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ത്രെഡ് നമ്മുടെ കയ്യിലേക്ക് പിടിക്കുകയെന്ന് നോക്കാം. രണ്ട് മെത്തേഡിൽ പിടിക്കാം കേട്ടോ. പല മെത്തേഡിൽ പിടിക്കുന്നവരുണ്ട്. രണ്ട് മെത്തേഡ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഈ രണ്ട് വിരലിൻ്റെ ഇടയിലൂടെ നമ്മുടെ ത്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ കെട്ടിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഹുക്ക് ഇട്ട് കൊടുക്കും. ഹുക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരു മെത്തേഡ് കാണിച്ചു അല്ലേ. ഇനി രണ്ടാമത്തെ മെത്തേഡ് വന്നിട്ട് നമ്മുടെ ഈ സ്ലിപ്പ് നോട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, അതിങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ഒരു വിരലിൽ ചുറ്റി ഈ രണ്ട് വിരലിൻ്റെയും ഇടയിലൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് സ്ലിപ്പ് നോട്ടിൻ്റെ കെട്ടിൽ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുക. അതുപോലെ ബണ്ടിലിൽ നിന്ന് വരുന്ന യാണിനെ നമ്മൾ ഈ രണ്ട് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നും കൂടെ ത്രെഡ് ടൈറ്റായിട്ടിരിക്കും. ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഹുക്കിൽ ഹുക്ക് സ്ലിപ്പ് നോട്ടിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ത്രെഡ്, ഈ രണ്ട് വിരലിൻ്റെ ഇടയിലൂടെ വരുന്ന ത്രെഡാണ് നമ്മൾ എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യാനായിട്ട് ഹുക്ക് ചെയ്ത് വലിക്കണത്. ഇപ്പോൾ ഇന്ന് നോക്കിക്കോട്ടോ. ഈ ഹുക്കിനെ നമ്മുടെ ത്രെഡിൻ്റെ മുകളിലൂടെ ആദ്യം ഇങ്ങനെ കൊണ്ടുവരിക. ത്രെഡിൻ്റെ മുകളിലൂടെ കൊണ്ടുവന്ന് ലെഫ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ആദ്യം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, പിന്നെ റൈറ്റിലേക്ക് കൊണ്ടുവരിക. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് യാണിൻ്റെ മുകളിലായിരിക്കണം ഹുക്ക്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ യാണിൻ്റെ താഴ്ഭാഗത്തൂടെ ഹുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഒന്ന് വലിക്കുമ്പോൾ, ഹുക്ക് നേരെ താഴേക്ക് വലിച്ചു കൊടുക്കുമ്പോൾ യാണിൽ ആ ഹുക്ക് ഇതേപോലെ ഹുക്ക് ചെയ്ത് പിടിക്കും. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് യാണിനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഹുക്ക് ഇനി ഇതിൽ നിന്ന് ഊരേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഹുക്കിലുള്ളത് ഒരു ലൂപ്പാണ് കേട്ടോ. ഹുക്കിൽ വരുന്ന ഈ ഒരു ത്രെഡിനെ നമ്മൾ പറയണ പേരാണ് ലൂപ്പ്. വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താണ്, യാണിൻ്റെ മുകളിലായിരിക്കും ഹുക്ക് ഉണ്ടാവുക. ഇനി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ യാണിൻ്റെ താഴ്ഭാഗത്തായിരിക്കും ഹുക്ക് വരിക. ഹുക്കിൽ യാൺ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടാവും. ഇനി നേരെ താഴേക്ക് വലിച്ചിട്ട് ചെരിച്ച് നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ രണ്ട് ചെയിൻ കിട്ടി. ഇതിനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു 10 ചെയിൻ ഇട്ട് ശീലിക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അധികം ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഫ്രണ്ടിൽ ഇതുപോലെ ഉണ്ടാവും. ഇനി ഇത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത്ര നീറ്റായിട്ടും കറക്റ്റായിട്ടും ചെയ്യാൻ കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ചെയ്ത് പഠിച്ചോളാം. ഈ ലൂപ്പ് ഇതുണ്ടോ, ഈ ഹുക്കിലുള്ള സ്ലിപ്പ് നോട്ട് കുറച്ച് വലുതായിട്ടാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ചെയിൻ ഇടുമ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഒട്ടും ടൈറ്റാക്കാണ്ട് ലൂസായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് ഈസി ആയിട്ട് വരാനും വേണ്ടിയാണ് ഇങ്ങനെ വലുതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ,
ദാ ഇങ്ങനെ വലുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ കുറച്ചും കൂടെ ടൈറ്റ് ആക്കിയിട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഒരുപാട് ടൈറ്റ് ആക്കുകയും ചെയ്യാൻ പാടില്ല, ഒരുപാട് ലൂസാക്കുകയും ചെയ്യാണ്ട് ചെയ്ത് പഠിക്കാം. ഇതാ ഇങ്ങനെ ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വരിക കേട്ടോ. നമുക്ക് ക്രോഷയുടെ ബേസ് പഠിക്കണമെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, നമ്മുടെ ക്രോഷയുടെ സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, അങ്ങനെ കുറേ ബേസുകളുണ്ടല്ലോ. ആ ബേസൊക്കെ ചെയ്യണതിന് മുമ്പ് നമ്മൾ ഈ ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിലാണ് നമ്മുടെ ബേസുകളെല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക, സ്ലിപ്പ് നോട്ട് പ്രാക്ടീസ് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ഓക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മുടെ സിംഗിൾ ക്രോഷേ ആയിരിക്കും കേട്ടോ. അത് ചെയിൻ സ്റ്റിച്ച് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് സ്റ്റിച്ചുകൾ നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്.